ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് പിസ്സയാണ്. ഇതിനായിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു 9 മണിയോടുകൂടെ ഞാൻ മൈദ മാവ് ഈസ്റ്റർ കുറച്ചും 1 സ്പൂൺ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഞാൻ ഈ മൈദ മാവ് പാകം പോലെ അത്യാവശ്യത്തിന് വേണ്ട സോൾട്ടും ഇട്ട് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് 2 മണിക്കൂറോളം റെസ്റ്റ് ഇരുന്ന് കിട്ടിയ പിസ്സ മാവാണ്. ഇപ്പം ഞാൻ ഒരു പ്ലേറ്റിൽ ബട്ടർ തേച്ചിട്ട് പിസ്സ മാവ് ഞാൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഞാനത് വന്നിട്ട് തുല്യമായ വിധത്തിൽ ഞാനത് സ്പ്രെഡ് ചെയ്തിട്ട് പ്ലേറ്റിൻ്റെ എഡ്ജിൽ ഞാനത് കുറച്ച് കട്ടിയായി വെക്കണം. അതിനുശേഷം ഇത് നമ്മളൊരു കോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലേറ്റിൽ നമ്മൾ ഹീറ്റിൽ വെക്കുമ്പോൾ അത് പ്ലേറ്റിന് സെപ്പറേറ്റ് എണീറ്റ് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഹോം മെയ്ഡ് ഞാൻ അമുലിൻ്റെ ചീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഈ പിസ്സയിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ കുറച്ച് നടുവിൽ, അതായത് പിസ്സയ്ക്ക് നടുവിലായിട്ടാണ് ഇത് തേക്കുന്നത്. അതിനുശേഷം ഞാൻ തക്കാളി സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചത് ഇവിടെ ഡെക്കറേഷൻ പോലെ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ പനീറാണ് ചെറിയ കട്ട് പീസായിട്ട് വെച്ചിട്ട്, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പനീർ പിസ്സ ആയതുകൊണ്ട് പനീർ വന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പനീർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്കായിട്ട് കുറച്ച് കൊത്തമല്ലി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ചിടുകയാണ്. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് വന്നിട്ട് കുറച്ച് ഇതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് ഞാൻ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് അതാണ് ഞാൻ ഇതിന് മുകളിലായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. ചീസ് ഇങ്ങനെ കുറച്ച് മുകളിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ ഈ ഹോം മെയ്ഡ് പിസ്സയിൽ നമ്മൾ അത് ഹീറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കടയിൽ വാങ്ങുന്ന പിസ്സ പോലെ നമുക്ക് കട്ട് പീസാക്കുമ്പോൾ നമ്മൾക്ക് ആ എണ്ണയായിട്ട് കിട്ടാൻ പാകത്തിനായിട്ടാണ് ഞാൻ ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ടും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിപ്പോൾ വീട്ടിൽ മൈക്രോവേവൻ അവന് ഇല്ലാത്തവർക്കും കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പം ടിപ്സും കൂടിയാണ് ഇതിലേക്ക് ഞാൻ പിസ്സ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു കുക്കർ വയ്ക്കുക. കുക്കറിനകത്തൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ബട്ടർ തേച്ച പിസ്സ പ്ലേറ്റ് നമ്മൾ അതിനകത്ത് ഇറക്കി വെക്കുന്നു. അതിനുശേഷം കുക്കർ ഞാൻ അടയ്ക്കുന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ കുക്കറിന് വിസിലിടുന്നില്ല, കാരണം വിസിലിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വന്ന് 1/4 മണിക്കൂറിലാവുന്ന പിസ്സയാണ്. അതായത് നമ്മളിപ്പോൾ 4 മണിക്ക് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4:15 നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് വേവ് പിസ്സയുടെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. ചില പിസ്സാസ് 10 മിനിറ്റിന് ശേഷം കൂടിയാവും. ഇതാണ് പിസ്സ. എങ്ങനെയുണ്ട്? എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പിസ്സയാണ്. ഇതിനായിട്ട് നമുക്കിനി കടയിൽ പോയി ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പിസ്സ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ തന്നെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലൊരു നൈഫ് ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ കഴിക്കാവുന്നതാണ്. ഇതാണ് ഹോം മെയ്ഡ് പനീർ പിസ്സ. ഓക്കെ വ്യൂവേഴ്സ്, താങ്ക് യു.